വെൽക്കം ടു ഓൾ. അഗ്നിവീർ ജീഡിനെ മാത്സിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, അതുപോലെ ഒരു 4-5 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ 4-5 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാനൊരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ചെയ്തു നോക്കുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഈ നമ്പർ സിസ്റ്റത്തിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു വർഷം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരും നമ്പർ സിസ്റ്റം സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം വളരെ സിമ്പിളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് നമ്പർ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ്ലി ഇതിന്റെ കൺസെപ്റ്റിലേക്ക് പോവാം. സോ വരുന്നത് ഒരു 5 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അതായത് നാച്ചുറൽ നമ്പർ വരുന്നുണ്ട്, ഹോൾ നമ്പർ വരുന്നുണ്ട്, ഈവൻ നമ്പർ വരുന്നുണ്ട്, ഓഡ് നമ്പർ വരുന്നുണ്ട്, പ്രൈം നമ്പർ വരുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 എന്നുള്ള അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അത് 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഇൻഫിനിറ്റ് ആയി പറയുന്ന നമ്പർ പേരെന്താ? നാച്ചുറൽ നമ്പർ എന്ന് പറയും അല്ലേ. സോ നാച്ചുറൽ നമ്പറിന് മുന്നിലായിട്ട് ഒരു 0 കൊടുത്താൽ എന്താവും? അതിനെ പറയുന്ന പേരാണ് ഹോൾ നമ്പർ എന്നുള്ളത്. മാറിപ്പോകരുത്. നാച്ചുറൽ നമ്പർ എന്നുള്ളത് 1, 2, 3, 4 ആണ്. 0 വരുന്നില്ല. ഓക്കെ, 0 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു ഹോൾ നമ്പർ ആയിട്ട് മാറിപ്പോകും അല്ലേ. സോ 0, 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഇൻഫിനിറ്റ് ആയി പോകുന്ന പറയുന്ന പേരെന്താ? ഹോൾ നമ്പർ ആണ് അല്ലേ. മാറിപ്പോകരുതിട്ട് അവിടെ നിന്ന്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈവൻ നമ്പേഴ്സ് വരുന്നത്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ നമ്പർ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. നാച്ചുറൽ നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? പറ്റും. 3നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ വരും? 2 വരും, 4 വരും, മക്കളെ ശ്രദ്ധിക്കുന്നില്ലേ? 4 വരും, 6 വരും, 8 വരും, 10 വരും, അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്നത് അല്ലേ. ഇനി ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ? ഇവിടെ നമ്മൾ ഓൾറെഡി 2, 4, 6 ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞു. ബാക്കി വരുന്ന 1, 3, 5, 7 എന്നുള്ള 9 എന്നുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത്. അതെ, അതായത് 1നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറിനെ പറയുന്ന പേരാണ് ഓഡ് നാച്ചുറൽ നമ്പർ എന്നുള്ളത്. അതായത് 1, 3, 5, 7, 9, 11 ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. പിടികിട്ടിയോ? ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്നുള്ളത് 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. അതായത് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 1 എന്ന് എഴുതാം. അവിടെ ഒറ്റ ഫാക്ടർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 3 എന്ന് എഴുതാം. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ നമുക്ക് 4 × 1 എന്ന് എഴുതാം. അതുപോലെ 2 × 2 എന്ന് എഴുതി കൂടെ. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് 1ൽ ആകെ ഒറ്റ ഫാക്ടർ മാത്രമേ വരുന്നുള്ളൂ, 1 എന്ന ഫാക്ടർ മാത്രമേ വരുന്നുള്ളൂ. 2 എടുത്തു കഴിഞ്ഞാൽ 2ൽ ഇവിടെ 2 ഫാക്ടർ വരുന്നുണ്ട്. 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. ഇപ്പോൾ 3 എടുത്തു കഴിഞ്ഞാലോ 3ൽ 1 വരുന്നുണ്ട്, 3 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 4 എടുത്തു കഴിഞ്ഞാൽ 4ൽ 4 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട് അല്ലേ. സോ 3 ഫാക്ടേഴ്സ്, അതിന് 2 ഫാക്ടേഴ്സിന് മുകളിലോട്ട് വരുന്ന നമ്പേഴ്സ് നമ്മൾ പ്രൈം നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതുപോലെ 1 ഫാക്ടേഴ്സിലുള്ള നമ്പറിനെ നമ്മൾ പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് പ്രൈം നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത്? ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. 2നെ നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും, കാരണം അവിടെ 2 ഫാക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. 3നെ നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ. അതായത് 3 × 1 വരുന്ന 2 ഫാക്ടേഴ്സ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. സോ 3 ഒരു പ്രൈം നമ്പർ ആണ്. 4നെ നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. 5നെ നമുക്ക് 5നെ നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ. 1 × 5 മാത്രമേ അവിടെ വരുന്നുള്ളൂ. സോ 5 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ്. 6ന് പറ്റുമോ? 6ന് പറ്റൂല. 7ന് പറ്റുമോ? 7ന് പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. സോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരില്ല, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, അങ്ങനെ ഇൻഫിനിറ്റ് 9 വരുന്നില്ല, കാരണം 9 നമുക്ക് 3 × 3 എന്ന് എഴുതാം, 1 × 9 എന്ന് എഴുതാം അല്ലേ. സോ 9 വരുന്നില്ല, ബാക്കി അടുത്ത് വരുന്നത് 11 ആണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഇൻഫിനിറ്റിലേക്ക് പോകുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് ഫേസ് വാല്യൂ ആൻഡ് പ്ലേസ് വാല്യൂ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒരു നമ്പർ ഇടാം, 2154. സോ ഇതിൽ 2ന്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 2 ആയിരിക്കും. കാരണം ഫേസ് വാല്യൂ എന്ന് പറയുന്നത്
ആ വാല്യൂവിന്റെ ഡിജിറ്റ് ഇറ്റ് സെൽഫ് ആയിരിക്കും. അതായത് രണ്ടിന്റെ ഫേസ് വാല്യൂ രണ്ടായിരിക്കും, 1ന്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 1 തന്നെ ആയിരിക്കും, 5ന്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 5 തന്നെ ആയിരിക്കും, 4ന്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 4 തന്നെ ആയിരിക്കും. ഓക്കെ, മാറിപ്പോരുത്. ഫേസ് വാല്യൂ എന്നുള്ളത് ആ ഒരു നമ്പർ ഇറ്റ് സെൽഫ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് പ്ലേസ് വാല്യൂ എന്നുള്ളത്. 2154 വന്നിട്ടുണ്ട്. ഈ 2154 2ന്റെ പ്ലേസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 2000 ആയിരിക്കും. അതായത് ആ ഒരു നമ്പർ എത്രാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്ലേസ് വാല്യൂ എന്നുള്ളത്. പ്ലേസ് വാല്യൂ എന്നുള്ളത് ആ നമ്പർ ഇറ്റ്സെൽഫ് ആയിരിക്കും. പ്ലേസ് വാല്യൂ എന്നുള്ളത് ആ നമ്പർ എത്രാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്ലേസ് വാല്യൂ എന്നുള്ളത്. ഇപ്പോൾ 2ന്റെ പ്ലേസ് വാല്യൂ എന്നുള്ളത് 2000 ആണ്, 1ന്റെ പ്ലേസ് വാല്യൂ എന്നുള്ളത് 100 ആണ്, അല്ലെ? 5ന്റെ പ്ലേസ് വാല്യൂ എന്നുള്ളത് 50 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. കാരണം നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഈവൻ നാച്ചുറൽ നമ്പർ പഠിച്ചു, ഓഡ് പഠിച്ചു, ഈവൻ പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? പ്രൈം നമ്പർ പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? നമ്മൾ ഹോൾ നമ്പർ പഠിച്ചു. ഹോൾ നമ്പർ ഒഴിവാക്കാം. ബാക്കി വരുന്ന നമ്പേഴ്സിന്റെ സമ്മ്, അതായത് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് എത്ര കിട്ടുന്നുള്ള കാണാനുള്ള ഫോർമുലസ് ആണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ആദ്യം വരുന്നതാണ് സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല എന്താണ്? സോ ഫോർമുല പഠിച്ചോളൂ. n*n+1 ഡിവൈഡ് ബൈ 2 ആണ് സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? പഠിക്കാൻ പറ്റൂലേ? ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് സം ഓഫ് ദ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് n*n+1 ആണ് സം ഓഫ് ദ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് കാണാൻ യൂസ് ചെയ്യുന്നത്. അതായത് 2, 4, 6 ഇങ്ങനെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2 + 4 + 6 ഇങ്ങനെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു സെട്ടൻ നമ്പർ വഴി n നമ്പർ വഴി ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് n*n+1 എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലടാ? ഓക്കെ, അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മും കൂടി കാണാനുണ്ട്. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1, 3, 5, 7 എന്ന് പറഞ്ഞാണ് ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് n² എന്നുള്ളത്. ഓഡിന്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് n². മാറിപ്പോരുത്. സം ഓഫ് n നാച്ചുറൽ നമ്പർ എന്നത് n*n+1 ഡിവൈഡ് ബൈ 2 ആണ്. ഇനി ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നത് n*n+1 ആണ്. ഇനി ഓഡിന്റെ കാണാനായിട്ട് യൂസ് ചെയ്യുന്നത് n² ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കാണാപ്പാഠം പഠിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം കാണാപ്പാഠം പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത് വെച്ചിട്ട് കുറെ ഇക്വേഷൻസ്, കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഇതിലൊരു ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, എന്തായാലും കാണാപ്പാഠം പഠിച്ചേക്കുക. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 1² + 2² + 3² + 4² അങ്ങനെ n നമ്പേഴ്സിന്റെ സ്ക്വയർസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? ഇതിന്റെ ഇക്വേഷൻ ആണ് n*n+1 × 2n+1 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്നത്. ഓക്കെ, 1² + 2² + ഇങ്ങനെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? n*n+1 × 2n+1 ഡിവൈഡ് ബൈ 6 എന്നുള്ളത്. ഓക്കെ, കാണാപ്പാഠം പഠിച്ചൂടെ? ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് ദ സം ഓഫ് ദ ഫസ്റ്റ് n മൾട്ടിപ്പിൾസ് ഓഫ് p. അതായത് p എന്നുള്ളത് 5 ആയിട്ട് എടുക്കാം. അപ്പോൾ 5 അതിന്റെ n മൾട്ടിപ്പിൾസ് 5, 10 അതിനൊക്കെ ആഡ് ചെയ്ത് പോകാട്ടോ. 10, 15, 20, 25 അങ്ങനെ n മൾട്ടിപ്പിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ട് കണ്ടെത്താൻ പോകുന്നത്. സോ ആ ഫോർമുല വരുന്നത് p × n*n+1 ഡിവൈഡ് ബൈ 2 ആണ്. ഇവിടെ p വരുന്നത് നമ്മളെ നമ്പർ ആയിരിക്കും, n വരുന്നത് എത്ര നമുക്ക് ആഡ് ചെയ്ത് പോകണം. ഓക്കെ, സോ ഫോർമുല വരുന്നത് p × n*n+1 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതൊരു 5 ഇക്വേഷൻസ് ഉണ്ട്. അത് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് n*n+1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ആണോ n*n+1 വരും. ഇനി ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണോ n² വരും. അതിന്റെ സ്ക്വയേഴ്സിന്റെ ആണെങ്കിലോ n*n+1 × 2n+1 ഡിവൈഡ് ബൈ 6 വരും. ഇനി ഒരു മൾട്ടിപ്പിൾസ് ഓഫ് p ആണെങ്കിൽ p × n*n+1 ഡിവൈഡ് ബൈ 2 വരും. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മളൊന്ന് കാണാപ്പാഠം പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 മുതൽ 100 വരെ, 100 വരെന്റെ ഉള്ളിലുള്ള എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 25 പ്രൈം നമ്പേഴ്സ് ആണ് 1 മുതൽ 100 വരെ ഉള്ള സംഖ്യയുടെ ഇടയിലുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി കാണിച്ചു തരാം. മൊത്തത്തിൽ എഴുതുന്നില്ല, നിങ്ങളൊന്ന് ബാക്കി എഴുതി നോക്കുക. സോ 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7, 11, 13, 17, 19, ബാക്കി 21 വരുന്നില്ലല്ലോ. മുകളിൽ 21 വരുന്നില്ല. 23,
27, 29 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നില്ലേ. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 100 വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നതാണ് 25 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻസ് വരികയാണെങ്കിൽ 25 നമ്പേഴ്സ് എന്ന കാര്യം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. ഓക്കെ, നമുക്കവിടെ 25 നമ്പേഴ്സ് ആണ് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിന് സം കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ മക്കളെ? നാച്ചുറൽ നമ്പേഴ്സിനെ കാണാൻ ഇക്വേഷൻ എന്താ? n × n+1 / 2 ആണ്. സോ n × n+1 / 2 ആണ് 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ യൂസ് ചെയ്യുന്നത്. സോ n ഇവിടെ എത്ര തന്നിരിക്കുന്നത്? n തന്നിരിക്കുന്നത് 50 ആണ് അല്ലേ? സോ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 5050 തന്നിട്ടുണ്ട്, 2505 തന്നിട്ടുണ്ട്, 1275 ഉണ്ട്, 1005 ഉണ്ട്. ഏതാന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്താം. സോ ജസ്റ്റ് ഞാൻ n ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ 50 × 50 + 1 / 2 വന്നു. ഓക്കെ, ഞാൻ ഈ 2നെ 50ന് വെട്ടിയിട്ട് മുകളിൽ 25 എഴുതുന്നുണ്ട്. 25ന് 2 50 വരുന്നത് അല്ലേ? സോ ഇതിന് എനിക്ക് 25 × 50 + 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങളിത് 25 × 51 ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടൈം എടുക്കുന്നതാണ്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താനുണ്ട്. സോ ഇങ്ങനെ 25 × 51 ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും ചെയ്യാനുണ്ട്. സോ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം അതിന് പകരം നമുക്ക് ഈ 25ന് ഉള്ളിലേക്ക് എടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് 25 × 50 വരും, പ്ലസ് ഒരു 25 കൂടി വരും അല്ലേ? ഇങ്ങനെ ആവുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം 25 × 5 നമുക്ക് അറിയാവുന്ന കാര്യമില്ല, 125 ആണ് വരുന്നത്. 125 കഴിഞ്ഞ ഒരു 0 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യം നമുക്ക് കഴിഞ്ഞു. 1250 ആണ് ഇവിടെ ആൻസർ വരുന്നത്. പ്ലസ് ഒരു 25 വന്നു അല്ലേ? സോ 1250 + 25 എന്ന് പറയുന്നത് 1275 ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ആൻസർ സി ആണ് ഇവിടെ ആൻസർ വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. കോംപ്ലിക്കേഷനിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സിമ്പിൾ ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ ആദ്യത്തെ 20 ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ 420 ഉണ്ട്, 440 ഉണ്ട്, 500 ഉണ്ട്, 290 ഉണ്ട് അല്ലേ? സോ ഇക്വേഷൻസ് എന്താണ്? ഇക്വേഷൻസ് പറയുന്നത് n × n+1 ആണ് അല്ലേ? സോ n × n+1 ആണ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ n ഇവിടെ എത്ര തന്നിരിക്കുന്നത്? n തന്നിരിക്കുന്നത് 20 ആണ്. സോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 20 × 20 + 1 ഇവിടെ 20 + 1 ആഡ് ചെയ്യരുത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 20 × 20 പ്ലസ് ഒരു 20 കൂടി ആഡ് ചെയ്യാം. എത്ര വരിക? 20 × 20 എത്രയാണ്? 400 വരും. 400 + 20 420. സോ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻസർ എ ആണ് ഇവിടെ. ഓപ്ഷൻ എ അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഒരു നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 37 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ 37 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കിയാൽ 1200 ഉണ്ട്, 1369 ഉണ്ട്, 1295 ഉണ്ട്, 1125 ഉണ്ട്. ഓക്കെ, അപ്പൊ അതേതാണുള്ള ആൻസർ കണ്ടെത്താം. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? n² ആണ് ഇക്വേഷൻ. ഓഡ് നാച്ചുറൽ നമ്പറിന്റെ ഇക്വേഷൻ ഉള്ളത് n² ആണ്. സോ n എത്രയാണ്? n = 37 എന്നുണ്ട്. സോ 37² ആണ് കാണേണ്ടത്. സോ 37² ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഒരു 30² വരെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. കാരണം അത് നമുക്ക് കൂടുതൽ ചോദിക്കുന്നതാണ്. 37 വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 37 × 37 7 49 3 21 25 3 21 3 9 11 9 6 3 1 1369. ഓക്കെ, ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 1369 അവിടെ ആൻസർ തന്നിരിക്കുന്നത്. ഓക്കെ, സോ 37 ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയിപ്പോൾ 39 ഒക്കെ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 39ന്റെ സ്ക്വയർ കാണുന്ന സമയത്ത് ആദ്യം 14ന്റെ സ്ക്വയർ കാണാം. 14ന്റെ സ്ക്വയർ കാണാൻ വളരെ എളുപ്പമല്ലേ? 1400 ആണ് 14ന്റെ സ്ക്വയർ തന്നിരിക്കുന്നത്. അതൊന്നൊരു 40 കുറയ്ക്കുക, അതുപോലെ ഒരു 39 കുറയ്ക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1319 കിട്ടും. 1321 കിട്ടും. 1321 കിട്ടും. 1321. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
39ന്റെ സ്ക്വയർ കിട്ടും. അതായത് 39 ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 14ന്റെ സ്ക്വയർ കാണാം, അത് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ 49 ആണെങ്കിലും 15ന്റെ സ്ക്വയർ നമുക്ക് അറിയാവുന്ന കാര്യമില്ലേ. 49 എടുത്തു കഴിഞ്ഞാൽ 49ന്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ 15ന്റെ സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം. അതായത് 2500 ആണ് 15ന്റെ സ്ക്വയർ വരുന്നത്. ഇനി അതിൽ നിന്ന് 49ന്റെ സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു 50 കുറയ്ക്കുക, വീണ്ടും ഒരു 49 കുറയ്ക്കുക. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2401 കിട്ടും. ഇതായിരിക്കും 49ന്റെ സ്കോർ വരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വരുന്നത് എത്രയാണ്? 1369 ആണ് ഇതിലെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തായിട്ട് വരുന്നത് ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ഇവിടെ സ്ക്വയേഴ്സിന്റെ സമ്മാണ് ഇവിടെ കാണാൻ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ വരുന്നത്? 1 സ്ക്വയർ വരുന്നുണ്ട്. 1 സ്ക്വയർ എന്നുള്ളത് എത്രയാ? 1 സ്ക്വയർ എന്നുള്ള 1 തന്നെയല്ലേ. 1 പ്ലസ് 2ന്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് 9 വന്നു. 3ന്റെ സ്ക്വയർ 16, 25, 36, 49, 64 പ്ലസ് 81 പ്ലസ് 100. ഓക്കെ, ഇത്രയും നമ്പേഴ്സിന്റെ സമ്മാണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നല്ലേ. ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. സോ അവിടെയാണ് നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടത്. സോ ഇക്വേഷൻ വരുന്നത് എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ആണ് ഇവിടെ ഇക്വേഷൻ വരുന്നത്. സോ n എത്ര തന്നിരിക്കുന്നത്? n ഈക്വൽ ടു 10 തന്നിട്ടുണ്ട് അല്ലേ. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 10 20 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 വന്നു. ഓക്കെ, സോ 6നെയും 10നെയും വേണ്ടിയിട്ട് 5 എഴുതിയിട്ടുണ്ട്. ബാക്കി എത്ര വരുന്നത്? 3 വരുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ബാക്കി എന്തൊക്കെ വരുന്നത്? 5 ഇൻറ്റു 10 പ്ലസ് 11 വരുന്നുണ്ട്. 20 പ്ലസ് 1 21 വരുന്നുണ്ട് അല്ലേ. ഡിവൈഡ് ബൈ 3 വന്നു. അപ്പൊ ഇനി 3നെ 21നെ എനിക്ക് വെട്ടാൻ പറ്റും. അത് 3 7 21 അല്ലേ. സോ 7 വന്നു. ബാക്കി വരുന്നത് എന്തൊക്കെയാ? 5 ഉണ്ട്. ബാക്കി വരുന്നത് 5 ഉണ്ട്, 11 ഉണ്ട്, ഇൻറ്റു 7 ഉണ്ട്. സോ 55 ഇൻറ്റു 7 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. സോ 7 35, 385 അല്ലേ. സോ 385 ആയിരിക്കും ആൻസർ കിട്ടേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ആർക്കും പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 മൾട്ടിപ്പിൾ ഓഫ് 9. അതായത് ആദ്യത്തെ 9ന്റെ മൾട്ടിപ്പിൾസിന്റെ 20 മൾട്ടിപ്പിൾസിന്റെ സമ്മാണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ പി എന്താ? പി ഈക്വൽ ടു 9 ആണ്. ഓക്കെ അല്ലേ. n എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. സോ ഇങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ വരുന്നത്? പി എൻ ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ് ഇക്വേഷൻ വരുന്നത് അല്ലേ. ഓക്കെ, ഇവിടെ പി എന്നുള്ളത് 9 ആണ്, n എന്നുള്ളത് 20 ആണ്. ഓക്കെ, സോ 9 ഇൻറ്റു 20 ഇൻറ്റു 20 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 വന്നു. ഇപ്പം 2ന് 20ന് വേണ്ടിയിട്ട് 10 എഴുതിയിട്ടുണ്ട്. ബാക്കി 90 ഇൻറ്റു 21 വന്നു അല്ലേ. 21ൻ്റെ 9 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പെട്ടെന്ന് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട. 21ൻ്റെ 9 എത്രയാണ്? ഒരു 9 9 2 18. ഓക്കെ, 1890 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ്. ഓക്കെ, സിമ്പിളായിട്ട് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2 in 9327? വാട്ട് ഈസ് ദ വാല്യൂ അല്ല, ഫേസ് വാല്യൂ ഓഫ് 2 in 9327. നമ്മൾ ഫേസ് വാല്യൂ അടിച്ചു, പ്ലേസ് വാല്യൂ അടിച്ചു. ഫേസ് വാല്യൂ എന്താ? ആ നമ്പർ ഇറ്റ് സെൽഫിന് നമ്മൾ പറയുന്ന പേരാണ് ഫേസ് വാല്യൂ എന്നുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്നുള്ളത് 2 ആണ് അല്ലേ. അത് 93,207 എന്നുള്ള നമ്പർ ഉണ്ട്. 2 എന്നുള്ള വാല്യൂവിന്റെ ഫേസ് വാല്യൂ ആണ് 2 എന്നുള്ളത്. അതിന്റെ പ്ലേസ് വാല്യൂ എന്ത് വരും? പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ് വരുന്നത് അല്ലേ. പ്ലേസ് വാല്യൂ 200 വരും. അതുപോലെ ഫേസ് വാല്യൂ എന്നുള്ളത് 2 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ദ സ്മാളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ ഈസ്. സ്മാളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11 ഇങ്ങനെ പോകുന്നല്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ ഏതാ? ഓട് എന്നുള്ളത് ഏതൊക്കെയാണ്? ഓട് എന്നുള്ളത് 1, 3, 5, 7, 11,
13 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഓഡ് പ്രൈം നമ്പർ വരുന്ന സമയത്ത് ഏതാ വരുന്നത്? രണ്ടൊരു ഓഡ് നമ്പർ ആണോ? അല്ല, അതൊരു ഈവൻ നമ്പർ ആണ് അല്ലേ? സോ 3 ഒരു ഓഡ് നമ്പർ ആണോ? അതെ, 3 ഒരു ഓഡ് നമ്പർ ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാ? 3 ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഈസ് ആണ് കാണാൻ പറയുന്നത്. സോ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 10 ആണ് സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അതിന്റെ താഴേക്ക് വന്ന 9 ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ല, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. 10ന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 10 വലിയ നമ്പറാണ്. സോ ഒരു സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമുക്ക് കാണേണ്ടത് ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആണ്. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണ് അല്ലേ? 10ന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 1000 ആയി. 1000 എന്നുള്ളത് 4 ഡിജിറ്റ് നമ്പർ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. 999 മൈനസ് തന്നെ എത്രയാണ്? 989. സോ ആൻസർ ഈസ് 989. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഹോൾ നമ്പർ എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കിയേ. ഹോൾ നമ്പർ എന്തൊക്കെ വരുന്നത്? 0, അതായത് നാച്ചുറൽ നമ്പേഴ്സിന് മുന്നിൽ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ അത് ഹോൾ നമ്പർ ആയി. 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സിന് പറയുന്നതാണ് ഹോൾ നമ്പർ എന്ന്. സോ ഹോൾ നമ്പറിന്റെ സ്മോളസ്റ്റ് നമ്പർ ഏതാ? 0 ആണ് ഹോൾ നമ്പറിന്റെ സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ -1 അല്ല, 2 അല്ല, 1 അല്ല, ഓപ്ഷൻ എ ആയിട്ടുള്ള 0 ആണ് ഇവിടെ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഡിവിഡൻഡ്. ഓക്കെ, ഇതൊരു സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫൈൻഡ് ദ ഡിവിഡൻഡ് വെൻ ഡിവിസർ ഈസ് 13, കോഷ്യന്റ് ഈസ് 30 ആൻഡ് ദ റിമൈൻഡർ ഈസ് 12. അതായത് നമുക്ക് ഡിവിഡൻഡ് ആണ് ഇവിടെ കാണാൻ പറയുന്നത്. ഡിവിഡൻഡ് ഡിവിസർ തന്നിട്ടുണ്ട്, കോഷ്യന്റ് തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. 11നെ ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് ആണ് 11 പറയുന്നത്. ഡിവിഡൻഡ് ആണ് 11 എന്ന് പറയുന്നത്. ഇവിടെ ഡിവിസർ എന്താ? ഡിവിസർ ആണ് 5 എന്ന് പറയുന്നത്. 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും അല്ലേ? 2, 5, 10 കിട്ടി, ബാക്കി 1 വന്നു. ഇവിടെ 2 ആണ് എന്താ? 2 ആണ് കോഷ്യന്റ് എന്ന് പറയുന്നത് അല്ലേ? 2നെയാണ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയാം. 12 എന്താ? 12 അല്ല, ഈ 1നെ നമ്മൾ റിമൈൻഡർ എന്ന് പറയാം, ബാക്കി വരുന്നത് അല്ലെ? സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ് അല്ലേ? അത് 11 നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും, 5നെ നമ്മൾ ഡിവിസർ എന്ന് പറയും, 2നെ നമ്മൾ കോഷ്യന്റ് എന്ന് പറയും, ബാക്കി 1നെ നമ്മൾ റിമൈൻഡർ എന്ന് പറയും അല്ലേ? സോ ഇതിനെ നമുക്ക് ഡിവിഡൻഡ് കാണാൻ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് കാണാനായിട്ട് ഈ കോഷ്യന്റ് ഇൻറ്റു ഡിവിസർ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 × 5 മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് 1 അതായത് റിമൈൻഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അതായത് കോഷ്യന്റ് ഇൻറ്റു ഡിവിസർ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് റിമൈൻഡർ ആഡ് ചെയ്ത് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. സോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ് അല്ലേ? സോ ഡിവിഡൻഡ് കാണാനായിട്ട് നമുക്കിവിടെ ഡിവിസർ എത്ര തന്നിരിക്കുന്നത്? ഡിവിസർ തന്നിരിക്കുന്നത് 13 ആണ്. കോഷ്യന്റ് എത്ര? 30 തന്നിട്ടുണ്ട്. പ്ലസ് റിമൈൻഡർ എത്ര? 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. സോ 30 × 13 39, 390 പ്ലസ് 12 402 അവിടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചോളാം. അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ്. സിമ്പിൾ അല്ലേ? പഠിച്ചോളാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ എ ഡിവിഷൻ പ്രോബ്ലം. സോ സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണത്. ഇൻ എ ഡിവിഷൻ പ്രോബ്ലം ദ ഡിവിസർ ഈസ് 4 times the quotient. 4 times the quotient ആണ്, 3 times the remainder ആണ്. ഇഫ് ദ റിമൈൻഡർ ഈസ് 4, ദ ഡിവിഡൻഡ് ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഡിവിസർ നമുക്ക് ഡി ആയിട്ട് എടുക്കാം. അതുപോലെ നമുക്ക് കോഷ്യന്റിനെ ക്യൂ ആയിട്ട് എടുക്കാം. റിമൈൻഡറിനെ
R ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഡിവിസർ എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് കോഷ്യന്റ് ആണ്. സോ ഡീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? D ഈക്വൽ ടു 4 ഇൻറ്റു ക്യൂ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? അതുപോലെ 4 ടൈംസ് കോഷ്യന്റ് 3 ടൈംസ് റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 3 ഇൻറ്റു R എന്ന് എഴുതാൻ പറ്റൂലേ? അതായത് 4 ടൈംസ് കോഷ്യന്റ് ആണ്, 3 ടൈംസ് റിമൈൻഡർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ റിമൈൻഡർ ഇസ് 4, ദ ഡിവിഡൻഡ് ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ റിമൈൻഡർ ഈക്വൽ ടു R ഈക്വൽ എത്ര തന്നിരിക്കുന്നത്? 4 തന്നിട്ടുണ്ട്. സോ D എത്ര കിട്ടി? D ഈക്വൽ ടു 3 ഇൻറ്റു 4 എത്ര കിട്ടി? 12 കിട്ടി അല്ലേ? D നമുക്ക് 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ Q എത്ര വരും? Q ഈക്വൽ ടു 3 വരും അല്ലേ? സോ നമുക്കിവിടെ R ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്, D ഈക്വൽ ടു 12 തന്നിട്ടുണ്ട്, Q ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് എങ്ങനെ കാണാം? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവിസർ എന്ന് പറയുന്നത് എത്രയാണ്? ഡിവിസർ എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ കോഷ്യന്റ് എന്ന് പറയുന്നത് 3 ആണ്. ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എത്ര വന്നിരിക്കുന്നത്? റിമൈൻഡർ 4 വന്നിട്ടുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. സോ 12 × 3 36 36 പ്ലസ് 4 വന്നു കഴിഞ്ഞാൽ 40 കിട്ടി. സോ ആൻസർ ഈക്വൽ ടു 40. സിമ്പിൾ ആണ്. അതൊരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നേ ഉള്ളൂ. കാരണം നേരത്തെ ചെയ്ത് സെയിം ഇക്വേഷൻ സെയിം കൺസെപ്റ്റിനാണ്, പക്ഷേ വേറൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ എത്താൻ പറ്റും. കാരണം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മര്യാദയ്ക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ ആൻസർ ഈക്വൽ ടു ഓപ്ഷൻ ബി 40 ആണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സം ഓഫ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 3. അത് മുന്നേ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അതായത് P എന്നുള്ളത് 3 ആണ്, N ഈക്വൽ ടു 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് Pn ഇൻറ്റു N പ്ലസ് 1 ഡിവൈഡ് ബൈ 2 അല്ലേ? അപ്പോൾ P എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 10 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 വന്നു, വെട്ടിപ്പോയി 5 വന്നു. 15 ഇൻറ്റു 10 പ്ലസ് 1 11 ആണ്. അപ്പോൾ 15 ഇൻറ്റു 11 സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ 15 ഇൻറ്റു 10 ആദ്യമായിട്ട് ചെയ്യാം, എന്നിട്ടൊരു 15 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 15 ഇൻറ്റു 10 150 ആണ്. 150 പ്ലസ് 15 എന്നുള്ളത് എത്ര വരുന്നത്? 165 ആണ് അല്ലേ? സോ ആൻസർ ഈക്വൽ ടു 165. D ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സിമ്പിൾ. അപ്പോൾ മക്കളെ നമുക്ക് 7 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ 7 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം ഇതിപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ബാക്കി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ കുറച്ച് അപ്ഡേറ്റും ഉണ്ട്, അതുപോലെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി അതിൽ ചെയ്യാനുണ്ട്. ഓക്കെ, ബാക്കി 7 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.